ശനിയാഴ്ച വർക്കും കഴിഞ്ഞ് റൂമിലെത്തിയപ്പോഴാണ് ചേച്ചിയുടെ മെസ്സേജ് കണ്ടത്. അപ്പൊ പിന്നെ വരുന്നുണ്ടെന്ന് റിപ്ലൈയും കൊടുത്ത് നമ്മൾ നേരെ 7:30 ട്രെയിൻ പിടിക്കാനുള്ള പുറപ്പാടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതും നമുക്ക് പോകേണ്ട ട്രെയിനും വന്നായിരുന്നു. അപ്പൊ പിന്നെ അതിൽ കയറി നേരെ തിരികെ പോന്നു. മോർണിംഗ് ആയപ്പോൾ അല്ലയ്ക്ക് ഹെൽമെറ്റ് ഇട്ട് കൊടുത്ത് ഞങ്ങൾ രണ്ടാളും കൂടി ചേച്ചിനെ ഡ്യൂട്ടിക്ക് ഉണ്ടാക്കാൻ വിട്ടു. അവിടെ എത്തിയതും ആളെ നമ്മൾ അവിടെ ആക്കിയതിനു ശേഷം ഞങ്ങൾ രണ്ടാളും കൂടി വീട്ടിലേക്ക് വന്നു. വീട്ടിലെത്തിയതും ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ രണ്ടാളും ഞങ്ങളുടെ വിനോദത്തിൽ ഇരുന്നിട്ടോ. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ സാധനം നമുക്ക് കളിക്കാൻ തന്നെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അപ്പ കിട്ടാത്ത സന്തോഷം നമ്മൾ ഇപ്പൊ ഇങ്ങനെ തീർക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അല്ലിക്ക് പോളിയോ കൊടുക്കാൻ വിട്ടുട്ടോ. ആള് സിമ്പിൾ ആയിട്ട് തന്നെ പോളിയോ കുടിച്ചിട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചിട്ടോ. പിന്നെ കുറച്ചു നേരം ഞങ്ങൾ രണ്ടാളും കൂടി കാർട്ടൂൺ കാണലായിരുന്നു പരിപാടി. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ വെച്ചിട്ട് എനിക്ക് തോന്നുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷം കണ്ടെത്തുക. കൂടുതൽ കാര്യം ചിന്തിക്കാൻ നിന്നാൽ ഒരു കാര്യം നടക്കൂല. ഉച്ച കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ ഡ്യൂട്ടി കഴിഞ്ഞായിരുന്നു. അങ്ങനെ നമ്മൾ ചേച്ചിനെ അവിടുന്ന് പിക്ക് ചെയ്തിട്ട് വീട്ടിലേക്ക് കൊടുത്തു. ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു ബീച്ച് ലൊക്കേഷൻ ആയിരുന്നു. ഉണ്ണിയാൻ അഴീക്കൽ ബീച്ച്. റീൽ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ട ലൊക്കേഷൻ ആയിരുന്നു. അങ്ങനെയാണ് നമ്മൾ അവിടേക്ക് എത്തിപ്പെട്ടത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കട്ട ബ്ലോക്ക് ആയിരുന്നു. വണ്ടി നിർത്താൻ പോലും ഭാഗം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഏതൊക്കെയോ നുഴഞ്ഞൊരു ലൊക്കേഷനിലെത്തി അവിടെ വണ്ടി എത്തി നമ്മൾ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. അവിടെ എത്തിയതിന്റെ കുട്ടികൾക്കുള്ള ചെറിയ റൈഡ്സും കാര്യങ്ങളും ഒരു ചെറിയൊരു പാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അല്ലിനെ നമ്മൾ 2-3 റൈഡിലൊക്കെ കയറ്റിയായിരുന്നു. പക്ഷെ അവൾക്ക് ഈ റൈഡ് മാത്രം ഭയങ്കര പേടി. അതിനിടയ്ക്ക് ഒരാൾ പുഷ്പം പോലെ കയറി പോകണം. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ സൺസെറ്റ് കാണാൻ പോയി. ആദ്യം വന്നപ്പോൾ സൂര്യനെ കാണാനില്ലായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് ആള് മേഘത്തിന്റെ മറവിലായിരുന്നു എന്ന്. അങ്ങനെ നമ്മൾ കുറെ നേരം സൺസെറ്റ് ഇരുന്ന് കണ്ടു. പക്ഷെ വിചാരിച്ച ആ ഒരു ഭംഗിയും കിട്ടിയില്ല. മേ ബി കാർമേഘങ്ങൾ കൂടുതൽ ഉള്ളതുകൊണ്ടായിരിക്കാം. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെറിയൊരു സ്നാക്സും കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ എന്തെങ്കിലും അടുത്ത സ്റ്റോറിയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.